ആയോ. ഈ വീഡിയോയിൽ അടുത്തത് പറയുന്നത് ട്രയാക്കിനെ കുറിച്ചാണ്. ട്രയാക്കിന്റെ സിമ്പലാണ് ഈ കാണുന്നത്. ട്രയാക്ക് ഒരു 3 ലീഡ് ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ്. ഒന്ന് MT1, MT2 ഗേറ്റ്. ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ ടെർമിനൽ. ഇത് അതിന്റെ കൺട്രോളിംഗ് ടെർമിനലാണ്. നേരത്തെ നമ്മൾ HCR പറഞ്ഞ പോലെ തന്നെ HCRലുള്ള ആനോഡ് കാത്തോഡാണ് മെയിൻ ടെർമിനൽ, ഗേറ്റ് ആണ് അതിന്റെ കൺട്രോളിംഗ് ടെർമിനൽ. അതുപോലെ തന്നെ MT1, MT2 അതിന്റെ മെയിൻ ടെർമിനലാണ്, ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൺട്രോളിംഗ് ടെർമിനൽ. ഇതാണ് ട്രയാക്കിന്റെ ഒരു ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. രണ്ട് SCR ആന്റി പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു ട്രയാക്ക് ആയിട്ട് മാറും. ഇനി ഇതിന്റെ വർക്കിംഗ് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഗേറ്റും MT1, ഈ MT1ഉം ഈ കാത്തോഡും തമ്മിൽ ഏതാണ്ട് നേരത്തെ മനസ്സിലാക്കി അതേപോലെ മനസ്സിലാക്കി മതി. ഗേറ്റ് കാത്തോഡിന് പകരമാണ് MT1 എന്ന് മനസ്സിലാക്കുക. ആ കാത്തോഡിന്റെ അതേ ഒരു റൂളാണ്. കാരണം നേരത്തെ നമ്മൾ ട്രിഗർ കൊടുത്തത് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡാണ് ഗേറ്റിലേക്ക് പോസിറ്റീവ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. വിത്ത് റെസ്പെക്ട് ടു MT1 ആണ് ഇവിടെ ഒന്നുകിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കാരണം ഇതൊരു ബൈ ഡയറക്ഷണൽ സ്വിച്ച് ആണ്. ഇതൊരു യൂണി ഡയറക്ഷൻ സ്വിച്ച് ആണ്. ഇങ്ങോട്ടേക്ക് മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഇത് ബൈ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇത് AC ഉപയോഗിക്കുന്ന സ്വിച്ച് ആണ്, ട്രൈ AC എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചെക്കിങ് ടെസ്റ്റിംഗ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേറ്റും MT1ഉം തമ്മിൽ ഉണ്ടാവും എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. നേരത്തെ ഗേറ്റും കാത്തോഡും തമ്മിൽ ഡയോഡ് പോലെയാണെങ്കിൽ ഗേറ്റും MT1ഉം തമ്മിൽ ഫോർവേഡിലും ഉണ്ടാവും, റിവേഴ്സിലും ഉണ്ടാവും. കാരണം രണ്ട് ബൈ ഡയറക്ഷണൽ സ്വിച്ച് ആണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഗേറ്റും MT1ഉം തമ്മിൽ എങ്ങനെ കൊടുത്താലും പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് മാറി കൊടുത്താലും എന്ത് ചെയ്യും, ഒരു കണക്ഷൻ ഉണ്ടാവും. ഇനി അടുത്തൊരു സ്റ്റെപ്പ് MT2ഉം MT1ഉം തമ്മിൽ MT1ഉം തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഉണ്ടാകാൻ പാടില്ല. അത് ഓപ്പൺ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ആനോഡും ഗേറ്റും തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ MT2ഉം ഗേറ്റും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഉണ്ടാകാൻ പാടില്ല. അതെപ്പോഴും ഓപ്പൺ ലൂപ്പ് തന്നെ ആയിരിക്കണം. നമുക്ക് ഒരു ട്രയാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ട്രയാക്ക്. ഇതിന്റെ നമ്പർ ശ്രദ്ധിക്കുക, BT136 എന്നുണ്ടാവുക. ഇതാണ് കോമൺ ആയിട്ട് ലാബിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ട്രയാക്കാണ്. മുകളിൽ ഉണ്ടാവും BT136. ഇതിന് 3 ലീഡാണ്. കോമൺ ആയിട്ട് നേരത്തെ ഞാൻ SCRനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിന്. SCRലും എന്താണ്, കാത്തോഡ് ആനോഡ് ഗേറ്റ് ആണ്. പൊതുവെ മിക്ക SCRലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. ഇനി ട്രയാക്കിൽ നോക്കുമ്പോൾ ട്രയാക്കിൽ 3 ടെർമിനലാണ്. ആ 3 ടെർമിനലിൽ ഒന്നാമത്തത് MT1, രണ്ടാമത്തെ MT2 ഗേറ്റ്. എല്ലാം മിക്ക ട്രയാക്കിലും ഇതേ പാറ്റേൺ തന്നെ ഉണ്ടാകുക. MT1 MT2 ഗേറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവുക. ഓക്കെ, അതിന് ടെസ്റ്റിംഗ് നോക്കാം. മീറ്റർ നേരത്തെ പറഞ്ഞ സാധാരണ നമ്മൾ സെമി കണ്ടക്ടറിനെ ഡയോഡ് ഫംഗ്ഷനാണ് സെലക്ട് ചെയ്യല്. അതേപോലെ ഡയോഡ് ഫംഗ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ MT1ഉം ഗേറ്റും തമ്മിൽ അത് ഫോർവേഡിൽ ഉണ്ടാവും, റിവേഴ്സ് ഉണ്ടാവും. ഫോർവേഡ് റിവേഴ്സ് എന്ന് പറയാൻ കഴിയില്ല. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ മാറി മാറി കൊടുത്താൽ എന്തുണ്ടാവും, കണ്ടക്ഷൻ ഉണ്ടാവും. നോക്കാം. ഞാനിവിടെ പോസിറ്റീവ് MT1ൽ കൊടുത്തു, നെഗറ്റീവ് ഗേറ്റിൽ കൊടുത്തു. കണ്ടാ, ഇത് കണ്ടക്ഷൻ കണ്ടാ 0.617 എന്നിട്ട് കാണാം. ഓക്കെ, ഇനി ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുക്കുമ്പോൾ എന്താണ്, തിരിച്ചു കൊടുക്കുമ്പോൾ ഏതാണ്ട് അതേപോലെ ഒരു റീഡിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ റീഡിങ് കാണാൻ പറ്റും. എങ്ങനെ കൊടുത്താലും ഗേറ്റും MT1ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് MT1 MT2 തമ്മിൽ കണക്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്പൺ ലൂപ്പ്. രണ്ടാമത്തത് അതും എന്താണ്, ഓപ്പൺ ലൂപ്പ്. അപ്പോൾ MT1ഉം MT2ഉം തമ്മിൽ ഓപ്പൺ ആയിരിക്കും. അതിന് മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് MT2ഉം ഗേറ്റും തമ്മിലാണ്. ഞാൻ ഗേറ്റിന് പോസിറ്റീവ് കൊടുത്തു, MT2ന് നെഗറ്റീവ് കൊടുത്തു. അല്ല, ഓപ്പൺ ലൂപ്പ്. ഞാൻ തിരിച്ചും കൊടുത്തു, ഓപ്പൺ ലൂപ്പാണ്. ഇങ്ങനെയാണ് ഒരു ട്രയാക്ക് ടെസ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രയാക്ക് ഗുഡ് ആയിരിക്കും. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ട്രയാക്ക് ബാഡ് ആയിരിക്കും. അയ്യോ, അടുത്തതായി പറയാൻ പോകുന്നത് ഈ ഡയാക്കിനെ കുറിച്ചാണ്. ഡയാക്ക് എന്ന് പറയുന്നത് ഒരു 2 ലീഡ് ഡിവൈസ് ആണ്.
അതിന്റെ രണ്ട് ലീഡ് എന്ന് പറയുന്നത് ഒന്ന് MT1 ഒന്ന് MT2 ആണ്. MT1 MT2. അതിന്റെ ഒരു ഈക്വലന്റ് സർക്യൂട്ട് ആണെങ്കിൽ ഇതാണ് രണ്ട് സെനർ ഡയോഡ് ആന്റി സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത, അതാണ് അതിന്റെ ഈക്വലന്റ് സർക്യൂട്ട്. അപ്പൊ അതിന്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് പറയാം. സപ്പോസ് ഇത് ഈ സെനർ ഡയോഡ് ഒരു 8 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഇതും 8 വോൾട്ട് ആണ് എടുക്കുക. ഞാനിവിടെ പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവും കൊടുത്തു എന്ന് കരുതുക. പോസിറ്റീവ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഈ സെനർ ഡയോഡ് ഫോർവേഡ് ആയിരിക്കും. ഫോർവേഡ് ആവുമ്പോൾ തന്നെ 0.7 വോൾട്ടേജ് ഇത് ഡ്രോപ്പ് ആവും. സപ്പോസ് നമ്മൾ കരുതുക ഇത് ഫോർവേഡ് ആകുമ്പോൾ 0 വോൾട്ടാണ് ഇത് ഡ്രോപ്പ് എന്ന് കരുതുക. അപ്പൊ ഈ പോസിറ്റീവ് ഇവിടെ വന്നു. അപ്പൊ ഈ പോസിറ്റീവ് അവിടെ വന്ന് നെഗറ്റീവ് ഇവിടെയാണ് ഉള്ളത്. അപ്പൊ ഇതെന്തായിരിക്കും, റിവേഴ്സ് ആയിരിക്കും. ഇത് എപ്പോഴാണ് ഓൺ ആകുക, 8 വോൾട്ടിൽ ഓൺ ആവും. അതായത് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ 8 വോൾട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ രണ്ടാമത്തെ ഇത് D2 ഇത് D1 ആണെന്ന് വിചാരിക്കുക. D2 എന്ത് ചെയ്യും, D1 നേരത്തെ ഫോർവേഡ് ആയിരിക്കും, D1 ഫോർവേഡ് ആയിരിക്കും, D2 റിവേഴ്സ് ആയിരിക്കും. പക്ഷെ D2 എപ്പോഴാണ് ഓൺ ആകുക, 8 വോൾട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും, D2 ഓൺ ആവും. ഇനി അടുത്ത നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണ് എഴുതുക. അപ്പൊ ഇവിടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് റിവേഴ്സ് ബയാസിലാണ്, ഇത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ഫോർവേഡ് ബയാസിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ D2 ഓൺ ആവും. അവിടെ ഡ്രോപ്പ് 0 വോൾട്ട് ആയിരിക്കും, 0.7 ആണ്, 0 ആണെന്ന് വിചാരിക്കാം. അപ്പൊ D1 എന്തായിരിക്കും, റിവേഴ്സ് ആയിരിക്കും. D1 എപ്പോഴാണ് ഓൺ ആകുക, ഇവിടെ 8 വോൾട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും, D1 ഓൺ ആവും. അതായത് ഇവിടെ പോസിറ്റീവ്, അതായത് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവോ 8 വോൾട്ടിലോ ഓൺ ആവും. അതേപോലെ തന്നെ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് എന്ത് ചെയ്യും, 8 വോൾട്ടിൽ ഓൺ ആവും. അതാണ് ഈ ഡയാക്കിന്റെ ഒരു പ്രത്യേകത. രണ്ട് ഡയറക്ഷനിൽ എന്തുണ്ടാവും, ബ്രേക്ക് ഡൗണിൽ ഓൺ ആവും. നമ്മളെ ജനറൽ ഡയോഡിന്റെ ബ്രേക്ക് ഡൗണിലാണ് എന്ത് ചെയ്യുക, രണ്ടും ഓൺ ആകുക. അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കാം. ഇനി ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഒരു ഡയാക്ക് എന്ന് പറയുന്നത്. ഇതൊരു DB3 എന്ന് പറയുന്ന ഒരു ഡയാക്കാണ്. അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, DB3 എന്ന് കാണാൻ പറ്റും. DB3 എന്ന് കാണാൻ പറ്റും. ഇതാണ് ഒരു ഡയാക്ക് എന്ന് പറയുന്നത്. ഈ ഡയാക്കിന്റെ രണ്ട് ലീഡാണ്. ഈ DB3 എന്ന് പറയുന്ന ഏകദേശം ഒരു 27 മുതൽ ഒരു 33 വോൾട്ടിലെ ഇത് ഓൺ ആവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ, നേരത്തെ 8 വോൾട്ടിലാണ് ഞാൻ പറഞ്ഞത്. ഒരു സപ്പോസ് 8 വോൾട്ട് എന്ന ഒരു വർക്കിംഗ് പറയാൻ വേണ്ടി പറഞ്ഞത്. ഇത് ഏകദേശം 33 വോൾട്ടിലെ എന്താണോ ഓൺ ആവുള്ളൂ. ഇത് എങ്ങനെ കൊടുത്താലും ഓൺ ആവും. ഇവിടെ ഒരറ്റത്ത് പോസിറ്റീവും ഒരു നെഗറ്റീവും, അതേപോലെ തന്നെ ഇപ്പുറത്ത് തിരിച്ചും കൊടുത്താൽ എന്ത് ചെയ്യും, ഇത് ഓൺ ആവും. ബൈ ഡയറക്ഷനായിട്ട് അത് വർക്ക് ചെയ്യും. ഇത് രണ്ട് ലീഡുള്ളത്, ഒന്ന് MT1 ഒന്ന് MT2. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും MT1 എടുക്കുക, അടുത്തത് MT2 ആയിരിക്കും. ഇത് ടെസ്റ്റ് ചെയ്യൽ എങ്ങനെയാന്ന് പറഞ്ഞാല് നേരത്തെ പോലെ തന്നെ മൾട്ടിമീറ്റർ ഡയോഡിനുള്ള ചിഹ്നത്തിലിടുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ അത് ഇത് 32 വോൾട്ടോ ഞാൻ പറഞ്ഞെങ്കിൽ 27 മുതൽ 33 വോൾട്ട് വരെ എന്നാലേ അത് ഓൺ ആവുള്ളൂ. നമ്മളെ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഒരു 9 വോൾട്ട് ബാറ്ററിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് ഓൺ ആക്കാൻ പാകത്തിലുള്ള ഒരു വോൾട്ടേജ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ ചെയ്യാൻ പറ്റുന്നതാണ്, ഡയാക്ക് കണക്ട് ചെയ്ത് നോക്കുക. ഡയാക്ക് കണക്ട് ചെയ്ത് നോക്കുക. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ, കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഗുഡ് ആയിരിക്കും. തിരിച്ചും വെച്ച് നോക്കിയിട്ട് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഗുഡ് ആയിരിക്കും. അതേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, വേറൊന്നും ഈ ഡയാക്കിൽ നോക്കാൻ പറ്റില്ല. കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ നോക്കാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു.